നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഗുരുവായൂരിലേക്കാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ജയചന്ദ്രൻ്റെ സഹോദരിയുടെ കല്യാണമാണ് ഗുരുവായൂരിൽ വെച്ച്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ട്രാവലറിലും ബാക്കിയുള്ളവർ ബസ്സിലുമൊക്കെ ആയിട്ടാണ് യാത്ര പോയത്. പോകുന്ന വഴി കുട്ടനാടും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതൊക്കെ കണ്ടാൽ ആരായാലും വീഡിയോ എടുത്തു പോകും. പച്ച പരവതാനി വിരിച്ച പോലുള്ള കുട്ടനാട് എന്ത് ഭംഗി! അതെ, എന്ത് ഭംഗിയാണത് കാണാൻ. നടുക്കോടുള്ള തോടും രണ്ട് സൈഡും നല്ല വിളഞ്ഞു വരുന്ന നെൽപ്പാടവും കണ്ടില്ലേ. ഇതാണ് കല്യാണപ്പെണ്ണ് കാത്തു. വീട്ടിൽ വിളിക്കുന്ന പേരാ കാത്തു എന്ന് കേട്ടോ. അടുത്തിരിക്കുന്ന കുരുന്നുകളെ നിങ്ങൾ പിന്നെ നേരത്തെ തന്നെ അറിയാമല്ലോ, പാറുവും ജാനുവും. ഞങ്ങളങ്ങനെ ലുലു മാളിൻ്റെ അടുത്തെത്തി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ലുലു മാള് പലരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി സ്ലോ ചെയ്തു. അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോൾ ലുലുമാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അന്താക്ഷരി തുടരാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അന്താക്ഷരി വീണ്ടും തുടരുകയാണ്. ഞങ്ങളങ്ങനെ ഗുരുവായൂരിലെത്തി. അവിടെ റൂമും വൈകിട്ടത്തെ ഭക്ഷണവും എല്ലാം റെഡിയായിരുന്നു. നല്ല പാലപ്പവും ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും പനീറും ക്യാരറ്റിൽ ഉണ്ടാക്കിയ കേസരിയും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ന് കല്യാണപ്പെണ്ണിൻ്റെ പിറന്നാൾ കൂടിയാണ്. കേക്ക് രഹസ്യമായി ജയചന്ദ്രൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചു. നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഈ നിൽക്കുന്നത് ജയചന്ദ്രൻ്റെ കുടുംബമാണ്. കൂടാതെ ചെറുക്കൻ്റെ കുടുംബക്കാരെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കേക്ക് മുറിക്കാനുള്ള ചടങ്ങ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ തന്നെ തുടങ്ങും. ഓരോരുത്തരെ കേക്ക് തട്ടുന്ന തട്ട് കണ്ടു. പിന്നെ അണ്ണാൻ്റെ കയ്യിൽ പൂമ്പഴം കിട്ടിയ പോലെ ഇടം വലം നോക്കാതിരുന്നങ്ങ് കഴിക്കുകയാണ്. ഇത് ഗുരുവായൂരിൻ്റെ രാജവീതിയാണിത്. ആനപ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ടവനായിരുന്ന ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞങ്ങൾ എല്ലാവരും പടിഞ്ഞാറേ നടയിലൂടെ കിഴക്കേ നടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വരാനുണ്ട്. അവരെ പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പം കിഴക്കേ നടയിൽ ഭയങ്കരമായ ജനത്തിരക്കായി തുടങ്ങി. അപ്പോൾ ഇതൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേന് തിരക്ക് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മണ്ഡപത്തിലേക്കുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ നമ്പർ അനുസരിച്ചൊന്നും ആയിരിക്കില്ല അവിടെ നമ്മളെ വിളിക്കുന്നതും. മുഹൂർത്തം ഇല്ലാത്ത കല്യാണം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂരമ്പലം. 150-ലധികം കല്യാണം ഇന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 10 മിനിറ്റ് കൊണ്ട് കിഴക്കേ നടയും പരിസരവും ജനസമുദ്രമായി മാറി. മൂന്നാമത്തെ കല്യാണ മണ്ഡപമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ വേലിയുടെ അപ്പുറത്തിരിക്കുന്നവർ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ടിരിക്കുന്നവരാണ്. കിലോമീറ്റർ നീളത്തിലുണ്ട് ഇവിടുത്തെ ക്യൂ. അമ്പലത്തിനുള്ളിലെ തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി തുലാഭാരം നടത്തുന്ന തട്ട് ഇപ്പോൾ കിഴക്കേ നടപ്പന്തലിലേക്കാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായി പിത്തള പൊതിഞ്ഞ ഒരു തട്ടാണ്. ദേ കണ്ടില്ലേ, മനോഹരമായ ഒരു തട്ടാണ്. ഇപ്പോൾ നമുക്ക് ഭഗവാന്റെ കിഴക്കേ നടയൊന്ന് കാണാം. എല്ലാം ആകെ ജനസാന്ദ്രമായി നിൽക്കുന്ന ഒരു കിഴക്കേ നടയാണ്. ദേ കണ്ടില്ലേ.
ഇത് ഭഗവാന്റെ കിഴക്കേ നടയാണ്. ആരും കാണാൻ കൊതിക്കുന്ന നട. കല്യാണ മണ്ഡപം ഒക്കെ റെഡിയായി തുടങ്ങി. തന്ത്രിമാരും പരികർമ്മികളും എത്തിത്തുടങ്ങി. അതിനിടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ പരിപാടികൾ കൂടി നമുക്കൊന്ന് കാണാം. എല്ലാ തരത്തിലുമുള്ള ഡാൻസുകളും തിരുവാതിര കളികളും മറ്റ് കലാരൂപങ്ങളും ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട്. 2017 ചെമ്പൈ സംഗീതോത്സവത്തിൽ എൻ്റെ മകൾക്കും ഈ സ്റ്റേജിൽ പാടാനുള്ള ഭാഗ്യം ലഭിച്ചു. അതും ഞാൻ ഇതിനോടൊപ്പം ഒന്ന് ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കുകയാണ്. 2017 ചെമ്പൈ സംഗീതോത്സവത്തിന് എൻ്റെ മകൾക്ക് പാടാൻ അവിടെ ഒരു അവസരം കിട്ടി. അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അവൾ കാണുന്നു. കല്യാണ പെണ്ണിനോടൊപ്പം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അവിടെ നൃത്തം അവതരിപ്പിക്കാൻ വന്ന കുട്ടികളാണ്. അവരെ നിർത്തി 2 ഫോട്ടോഗ്രാഫർമാരും മറ്റു വധുവരന്മാർക്ക് പോസ് ചെയ്യിപ്പിച്ചതാണ് ഇപ്പം നമ്മൾ കണ്ടത്. എല്ലാം കിഴക്കേ നടയിൽ തിരക്ക് ഒരുപാട് കൂടിക്കഴിഞ്ഞു. വധുവരന്മാരെ മണ്ഡപത്തിലേക്ക് വിളിച്ചു തുടങ്ങി. അവരെത്തി. അപ്പം അവരോടൊപ്പം ഏറ്റവും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രമേ മണ്ഡപത്തിലേക്ക് കയറ്റി വിടുന്നുള്ളൂ. അത് 15 പേരോ 10 പേരോ 15 പേർക്കാണ് പാസ് ഉള്ളത്. ആ പാസ് ഉള്ളവരെ മാത്രമേ മണ്ഡപത്തിലേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇപ്പോൾ ഈ കയറി വന്നത് ശരത്തിൻ്റെ അച്ഛനും അമ്മയുമാണ്. മറ്റു വരുന്നവരൊക്കെ ജയചന്ദ്രൻ്റെ ഭാര്യയും മക്കളും കുടുംബക്കാരുമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അകത്തേക്ക് കയറ്റി വിട്ടു. ഫോട്ടോഗ്രാഫർമാർ മാത്രം, ബാക്കിയുള്ളവരെല്ലാം വേലിക്ക് വെളിയിലാണ് നിൽക്കുന്നത്. കാരണം എത്രയും തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി ശരത്തെ കാത്തുവിൻ്റെ കഴുത്തിൽ കാല് കെട്ടുകയാണ്. അങ്ങനെ കാത്തു ശരത്തിൻ്റെ സ്വന്തമായി. എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിസ്സാരമായ സമയം മാത്രമേ നമുക്ക് മണ്ഡപത്തിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. തുളസിമാല കാത്തു ശരത്തിനെ അണിയിക്കുന്നു. ശരത്ത് കാത്തുവിനെ തുളസിമാല അണിയിക്കുന്നു. എല്ലാവരും സന്തോഷമായി നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മണ്ഡപം ഒഴിഞ്ഞു കൊടുക്കണം. അടുത്ത വധൂവരന്മാർ മണ്ഡപത്തിലേക്ക് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അവരുടെ ഫോട്ടോഗ്രാഫറും അവരുടെ ബന്ധുക്കളും എല്ലാം. ഒരു നിമിഷം പോലും നമുക്ക് മണ്ഡപത്തിൽ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. അപ്പം ഹോട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ഹോട്ടലിലെ ഹാളിൽ വെച്ചുള്ള ഫംഗ്ഷനാണ്. അപ്പം ആ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള രീതിയിൽ എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വധുവരന്മാരെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും അമ്പലത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വധുവിനും വരനും അവിടെ മധുരം കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മൊത്തം വീഡിയോ നമുക്കിത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല, സമയക്കുറവ് മൂലം. അപ്പോൾ നമ്മുടെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവരുടെ ലഗേജുകളും കാര്യങ്ങളും എല്ലാം നോക്കി റൂമിൽ നിന്നും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ചു പോക്ക് എല്ലാവരും നന്നായി ഗുരുവായൂർ ആസ്വദിച്ചു, ഭഗവാനെ തൊഴുതു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനിയും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.